സോ നമ്മൾ നോക്കാൻ പോകുന്നത് റെസിഡ്യൂ ക്ലാസ്സസ് അല്ലെങ്കിൽ കോൺഗ്രുവൻസ് ക്ലാസ്സസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ദ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഇസഡ് ക്യാൻ ബി പാർട്ടീഷൻഡ് ഇൻറ്റു എം നോൺ എം ടി പെയർ വൈസ് ഡിസ്ജോയിന്റ് ക്ലാസ്സസ് കോൾഡ് കോൺഗ്രുവൻസ് ക്ലാസ്സസ് മോഡുലോ എം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഇസഡ് എന്ന് പറയുന്ന ഇന്റിജേഴ്സിന്റെ സെറ്റിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ? പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നോൺ എം ടി പെയർ വൈസ് ഡിസ്ജോയിന്റ് സെറ്റുകളാക്കി മാറ്റുക എന്നാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും. എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ഡെഫറൻസിലോട്ട് തിരിച്ചു വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോൺഗ്രുവൻസ് ക്ലാസ്സസ് മോഡുലോ എമ്മിന് പകരം ഞാൻ മോഡുലോ 5 എടുക്കുന്നു. വളരെ സിമ്പിൾ ആണ്. കോൺഗ്രുവൻസ് ക്ലാസ്സസ് മോഡുലോ 5-നകത്ത് 5 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ക്ലാസ് സീറോന്റെ കോൺഗ്രുവൻസ് ക്ലാസ് വിത്ത് സീറോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്ന നമ്പേഴ്സ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ അത് 5ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കുമല്ലോ, ആയിരിക്കും. സോ 5ന്റെ നെഗറ്റീവ് മൾട്ടിപ്പിൾസും സീറോയും പോസിറ്റീവ് മൾട്ടിപ്പിൾസും എഴുതിയാൽ ഈ ഒരു സെറ്റായി. -15, -10, -5, 0, 5, 10, 15 എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് 1 എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് എഴുതുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ്. അതിനേക്കാൾ എളുപ്പത്തിൽ പറഞ്ഞാലേ ഈ നമ്പേഴ്സിന്റെ കൂടെ 1 കൂട്ടി എഴുതിയാൽ ഈ സെറ്റായി. 0-നോട് 1 കൂട്ടിൽ 1, 6, 11, 16 എക്സെട്ര. -4, -9, -14 എക്സെട്ര. നെഗറ്റീവ് നമ്പറിനോട് 1 കൂട്ടുമ്പോൾ ആക്ച്വലി -15 + 1 എന്ന് പറയുന്നത് -14 ആണല്ലോ. ആ രീതിയിൽ എഴുതുക. നെക്സ്റ്റ് 2 ആവുമ്പോൾ ഇതേപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സ്. 3 ആവുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന നമ്പേഴ്സ്. 1 കൂട്ടി 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 അങ്ങ് പോയാൽ മതി. 4 ആവുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 വരുന്ന നമ്പേഴ്സ്. ഇനിയിപ്പോ 5 നമ്പറേ ഉള്ളോ, ഒന്നുകൂടി എഴുതിക്കൂടായിരുന്നോ? കോൺഗ്രുവൻസ് ക്ലാസ് 5 എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 5 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരിക എന്നാണ് അർത്ഥം. ആക്ച്വലി അതൊരു ചോദ്യം തന്നെ തെറ്റാണ്. നമുക്ക് 0 മുതൽ 4 വരെ മാത്രമേ റിമൈൻഡർ വരത്തുള്ളൂ അല്ലെ. ഇനിയിപ്പോ 5 റിമൈൻഡർ വരണമെങ്കിൽ ഇപ്പൊ 15-നെ നമുക്ക് 2, 5, 10 എന്ന് വിളിച്ചിട്ട് ബാക്കി 5 റിമൈൻഡർ എഴുതാന്ന് വിചാരിച്ചാലും പ്രശ്നമുണ്ട്. അങ്ങനെ എഴുതുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾസേ വരൂ. അതായത് 5 കൊണ്ട് നമ്മൾ ഈ കോൺഗ്രുവൻസ് ക്ലാസ് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഈ സെറ്റ് തന്നെ കിട്ടും. ഇനി 10 കൊണ്ട് ചെയ്താലും ഈ സെറ്റ് തന്നെ കിട്ടും. അതായത് ഈ സെറ്റിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ എടുത്ത് നിങ്ങൾ കോൺഗ്രുവൻസ് ക്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സെറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വീണ്ടും 1-ന് പകരം നിങ്ങൾ 6 എടുത്താലും ഈ സെറ്റ് തന്നെ കിട്ടും. അതായത് ഒരേപോലത്തെ അല്ലാത്ത ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 5 സെറ്റുകൾ മാത്രമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ എം ടി പെയർ വൈസ് ഡിസ്ജോയിന്റ് ക്ലാസ്സസ് കോൾഡ് കോൺഗ്രുവൻസ് ക്ലാസ്സസ്. എന്തുകൊണ്ടാണ് ഇത് നോൺ എം ടി പെയർ വൈസ് ഒക്കെ ആയത്? ഒന്നാമത്തെ കാര്യം, ഇത് നോൺ എം ടി ആണ്. എല്ലാ സെറ്റുകളിലും എലമെന്റ്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് പെയർ വൈസ് ഡിസ്ജോയിന്റ് ആണ്. എന്താണ് പെയർ വൈസ് ഡിസ്ജോയിന്റ്? ഇപ്പൊ എയും ബിയും 2 സെറ്റ് ആണ്. എയും ബിയും പെയർ വൈസ് ഡിസ്ജോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 5, സോറി, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആയിരിക്കും. അതായത് കോമൺ എലമെന്റ്സ് കാണത്തില്ല. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ് ആണ് അല്ലെ. നിങ്ങൾ നോക്കിയേ, ഈ 0-ക്കും 1-നും അടയ്ക്ക് എവിടെയെങ്കിലും ഒരു കോമൺ എലമെന്റ്സ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിനകത്ത് ഒരിക്കലും കോമൺ എലമെന്റ്സ് വരത്തില്ല. ഈ 5 എണ്ണത്തിലും 5 സെറ്റുകളിലും കോമൺ എലമെന്റ്സ് വരത്തില്ല. പക്ഷെ രസം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻഡിജർ എടുത്താലും ഈ 5 എണ്ണത്തിൽ എവിടെയെങ്കിലും വരും. ഞാനിപ്പോ എവിടെയോ പോയിട്ട് 1123 എന്ന് പറയുന്ന ഇൻഡിജർ എടുത്തു. ഈ ഇൻഡിജറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആയിരിക്കും. ഉറപ്പായിട്ടും അയാൾ എവിടെ വരും? ഇവിടെ വരും. അപ്പൊ ഏത് ഇൻഡിജർ എടുത്താലും ഈ 5 സെറ്റുകളിൽ എവിടെയെങ്കിലും വരും. അതുകൊണ്ടാണ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ നമുക്ക് ഈ 5 സെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഓരോ സെറ്റും പെയർ വൈസ് ഡിസ്ജോയിന്റ് ആണ്. ഇതാണ് കോൺഗ്രുവൻസ് ക്ലാസ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യം വരുന്ന ആളാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാലോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് 5ന്റെ കാര്യം പറഞ്ഞാൽ 7ന്റെ കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 0 എഴുതുക, 7ന്റെ മൾട്ടിപ്പിൾസ് 1 എഴുതുക, അതിനോട് 1 കൂട്ടുക, 2 കൂട്ടുക, 3 കൂട്ടുക, അങ്ങനെ എത്ര എണ്ണം വരും? 6 വരെ വരും. 0 മുതൽ ആ ഏതാണോ നമ്പർ ആ നമ്പറിന് തൊട്ട് മുമ്പത്തെ നമ്പർ വരെ അത്രയും ആൾക്കാരായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. 0 തൊട്ട് എടുക്കുന്നതുകൊണ്ട് ഇത് മൊത്തം എത്ര എണ്ണം കാണും? m എണ്ണം കാണും അല്ലെ. ഫൈൻഡ് ദ റെസിഡ്യൂ ക്ലാസ്സസ് മോഡുലോ m. സിമ്പിൾ ആണ്. m-ന്റെ മൾട്ടിപ്പിൾ എഴുതുക, പിന്നെ അതിനോട് 1 കൂട്ടുക, 2 കൂട്ടുക, അങ്ങനെ m-1 വരെ പോവുക. m-1 വരുമ്പോൾ നമ്മൾ ആക്ച്വലി കൂട്ടിയാണ് പോകുന്നതെങ്കിലും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ അറിയാവോ?
സീറോയുടെ കൂടെ m-1 കൂട്ടുക എന്നല്ലേ, അപ്പൊ ഇത് m-1 വരും. അപ്പൊ ഈ ആക്ച്വലി ഇതിന്റെ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിനോട് അല്ല m കുറച്ച് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കണ്ടോ, 0th 1th 2th അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. m-1 എഴുതാനായിട്ട് 0 - 1 -1 -m-1 -2m-1 m-1 2m-1 3m-1 അങ്ങനെ എഴുതിയാൽ മതി, എളുപ്പമാണ് അല്ലെ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അങ്ങനെ എക്സാമിന് ഒരു നമ്പർ തന്നെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു തിയറം നോക്കാം. സോറി, നമ്മൾ നോക്കിയിട്ടുള്ള തിയറമാണ്. 4n+3 പ്രൈം അല്ലാതൊക്കെ ആക്കി നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ് പാർട്ടീഷൻ. പാർട്ടീഷൻ ആക്ച്വലി ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു സാധനമല്ല. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഈ കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സിനെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ എംപ്റ്റി പെയർ വൈസ് ഡിസ്ജോയിന്റ് സെറ്റ് കൊണ്ട് നമുക്ക് ആ കംപ്ലീറ്റ് ഇന്റിജേഴ്സിനെ മൊത്തം എഴുതാൻ പറ്റണം. ഇപ്പൊ ഞാനിപ്പോ 5ന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ക്ലാസ്സും അടുത്ത ഈ 2 എന്ന് പറയുന്ന ക്ലാസ്സും അടുത്ത 3 എന്ന് പറയുന്ന ക്ലാസ്സും 4 എന്ന് പറയുന്ന ക്ലാസ്സും കൂടെ ചേർത്താൽ എനിക്ക് കംപ്ലീറ്റ് ഇന്റിജേഴ്സ് കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഇത് പെയർ വൈസ് ഡിസ്ജോയിന്റുമാണ്. അത്തരത്തിലുള്ള സെറ്റുകളെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാന്ന് പറയുന്നത്. ആ സെറ്റ് ഇന്റിജേഴ്സിനെ പാർട്ടീഷൻ ചെയ്യാന്ന് പറയുന്നത്. ഇനി 2 ഇന്റിജേഴ്സ് ഒരേ ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ ഇന്റിജേഴ്സ് സെയിം റിമൈൻഡർ ആയിരിക്കും. അതുകൊണ്ട് അതിനെ വാലിഡ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ 0 എന്ന് പറയുന്ന സാധനം തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിളിൽ 0 എന്ന് പറയുന്ന ആ ഒരു ഇതിലെ സെറ്റിനകത്ത് വരുന്ന ആളാണ് 5. അപ്പൊ 5 കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നത് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ നമ്പർ 0 റെപ്രസെന്റ് ചെയ്യുന്നതും 5 റെപ്രസെന്റ് ചെയ്യുന്നതും ഇനിയിപ്പോ 10 റെപ്രസെന്റ് ചെയ്യുന്നതും എല്ലാം ഒരേ സെറ്റിനെയാണ് എന്നുള്ളതാണ് ഈ ഒരു നോട്ടിൽ പറഞ്ഞേക്കുന്നത്. ഇനി എന്താണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ്? നമുക്കറിയാം, ഇപ്പൊ 5 വരെയുള്ള നമ്പറിനെ കോൺഗ്രുവൻസ് മോഡൽ ഓഫ് 5, കോൺഗ്രുവൻസ് ക്ലാസസ് മോഡൽ ഓഫ് 5 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് എനിക്ക് ആ ഒരു കോൺഗ്രുവൻസ് ക്ലാസ്സുകൾ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇപ്പൊ m ആണെങ്കിൽ 0 മുതൽ m-1 വരെയുള്ള നമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ആ 0 മുതൽ m-1 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂസ് മോഡുലോ എം. എന്താണ് ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂസ് മോഡുലോ എം? ഈ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം നിങ്ങളുടെ എക്സാമിന് ഇപ്പൊ 1 മാർക്കിന് ചോദിക്കുന്നു ഫൈൻഡ് ദി ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂസ് മോഡുലോ 7 എന്ന് ചോദിക്കുന്നു. സംഭവം ഭയങ്കര സിമ്പിൾ ആ. സെറ്റ് 0 1 2 എക്സെട്ര 6 വരെ എഴുതിയാൽ മതി. പക്ഷെ ഈ വാക്ക് മറന്നുപോയാൽ ഈ സാധനം എഴുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ വാക്ക് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കാം. Okay, next, the set of integers a1, a2, etc. am is a complete set of residues modulo m if every integer is a congruent modulo m to exactly one of them. ഇത് നമുക്ക് ഡെഫിനിഷൻ നോക്കുന്നതിന് മുമ്പ് എക്സാമ്പിൾ നോക്കാൻ പോവാം. നോക്കിയേ, സെറ്റ് 5 6 -3 8 -6 ഈ പറയുന്ന സെറ്റ് ഇതാ ഒരു ബന്ധവും ഇല്ലാത്ത കുറെ നമ്പറിനെ പറക്കി അടുക്കി വെച്ചിട്ട് അവർ പറയുവാണ് is a complete set of residues modulo 5. അത് അങ്ങനെ തന്നെ ആണോ നോക്കാൻ നിങ്ങൾ ഇപ്പൊ ഒരു ചുമ്മാ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് ഒരു കംപ്ലീറ്റ് സെറ്റ് ആണോ അല്ലയോ, ചെക്ക് വെദർ ദ സെറ്റ് ഈസ് കംപ്ലീറ്റ് ഓർ നോട്ട് അല്ലെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മോഡുലോ എന്ന് പറഞ്ഞൊരു നമ്പർ കാണും. ഓരോ നമ്പറിനെയും മോഡുലോ 5 എടുക്കുക. മോഡുലോ ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. നമുക്കിപ്പോ ഈ ഒരു എക്സാമ്പിളിനേക്കാളും ഇതാണ് ചെയ്തേക്കുന്നത്, നിങ്ങൾ വെരിഫൈ ചെയ്താൽ മതി. നമുക്കിപ്പോ ഈ എക്സാമ്പിൾ ചെയ്യാം. -12 9 6 23 ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് മോഡുലോ 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഒന്നാമത്തെ കാര്യത്തിൽ എത്ര നമ്പർ ഉണ്ട്? 4 നമ്പർ ഉണ്ട്. ഒരു കംപ്ലീറ്റ് സെറ്റ് മോഡുലോ 4 ആകണമെങ്കിൽ ഉറപ്പായിട്ട് 4 നമ്പേഴ്സ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, 4 നമ്പേഴ്സ് കാണുകയും വേണം. ഇനി നിങ്ങൾ നോക്കുക, -12 മോഡുലോ 4 എടുക്കുമ്പോൾ 12നെ 4 കൊണ്ട് -12 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും അല്ലെ. 9 കോൺഗ്രുവന്റ് ടു ഡാഷ് മോഡുലോ 4, 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര? 1 കിട്ടും. 2 4 8 റിമൈൻഡർ 1. 6നെ ചെയ്യുമ്പോൾ റിമൈൻഡർ 2. 23നെ ചെയ്യുമ്പോൾ 5 4 20 റിമൈൻഡർ 3. നിങ്ങൾ നോക്കിയേ, ആകെ 4ന് വരാൻ പറ്റുന്ന റിമൈൻഡർ 0 1 2 3 ആണ്. ഈ 4 റിമൈൻഡറുമാണ് 4 നമ്പേഴ്സും ഉണ്ടാക്കുന്നത്. അങ്ങനെ വേറെ വേറെ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്നതെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 4 എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ ചെയ്ത് നോക്കിയാൽ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0, 6നെ ചെയ്താൽ റിമൈൻഡർ 1. -3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ നോക്കുക, -3 ആണെങ്കിൽ അതിനേക്കാളും വലിയ നമ്പർ, ആ 3നേക്കാൾ വലിയ നമ്പർ ആലോചിക്കുക, -3യേക്കാൾ ചെറിയ നമ്പർ. -5നോട് എത്ര കൂട്ടിയാലും -3 കിട്ടുന്നത്? +2 കൂട്ടുമ്പോഴാണ്. സോ ഇവിടെ റിമൈൻഡർ 2. 8നെ ചെയ്യുമ്പോൾ റിമൈൻഡർ 3. ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 10 ൽ 6 കുറയ്ക്കുക 4 അല്ലെ. അപ്പോ ഈ പറയുന്ന 5 പേരാണ് 5നേക്കാൾ ചെറിയ 0 മുതൽ 5 - 1 വരെയുള്ള നമ്പേഴ്സ്. ആ നമ്പേഴ്സിനെയാണ് കിട്ടുന്നതെങ്കിൽ അവരെയാണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ?
ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്യുക. റൈറ്റ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 6 എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഹോംവർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 6 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒറ്റയടിക്ക് 0 മുതൽ 5 വരെയുള്ള കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് എഴുതിയാൽ മതി. 0 മുതൽ 5 വരെയുള്ള കോൺഗ്രുവൻസ് ക്ലാസ്സസ് ആണ് അവരുടെ കോൺഗ്രുവൻസ് ക്ലാസ്. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുക, 0 1 2 3 4 5 ഇതെന്താണ്, ഒരു കംപ്ലീറ്റ് സെറ്റ് ആണ്. ഇനിയിപ്പോ ഞാൻ അടുത്ത എഴുതി എല്ലാത്തിൻ്റെയും 0 1 2 3 4 5 6 വെച്ചിട്ട് എഴുതുമ്പോൾ ഇനി ഞാൻ എല്ലാത്തിനോടും 6 കൂട്ടി, ഈ മോഡുലോ എത്രയാണോ ആ നമ്പർ കൂട്ടി, 6 7 8 9 10 11 ഇത് വേറൊരു കംപ്ലീറ്റ് സെറ്റ് ആണ്. ഇനിയിപ്പോ ഈ 6ന് പകരം മാത്രം ഞാൻ ആദ്യത്തെ നമ്പർ എടുത്തു 0, 7ന് പകരം 1 എടുത്തു, ബാക്കി 8 9 10 11 ഇതെല്ലാം കംപ്ലീറ്റ് ആണ്. എന്തുകൊണ്ട്, ഓരോ നമ്പറിനെയും നിങ്ങൾ മോഡുലോ 6 എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് എല്ലാം കിട്ടും. 0 1 2 3 4 5 വരെയുള്ള നമ്പേഴ്സ് കിട്ടും. അങ്ങനെ കിട്ടിയാൽ അത് കംപ്ലീറ്റ് ആണ്. ഓക്കെ അല്ലേ? വേറെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ഒരു സെറ്റ് ആലോചിച്ച് നോക്കുക. ആരാണ് 0 എന്ന് പറയുമ്പോൾ -6 0 6 എക്സെട്ര എന്ന് വരും. 1 എന്ന് പറയുമ്പോൾ ആരാണ് -5 1 7 എക്സെട്ര എന്ന് വരും. ഇങ്ങനെ നിങ്ങൾ 5 എണ്ണം എഴുതുക, 6 എണ്ണം എഴുതുക. ഈ 6 എണ്ണത്തിൽ നിന്ന് ഓരോ എലമെന്റ്സ് വെച്ച് എടുത്ത് നിങ്ങൾ സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 6 ആയിട്ടായിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു തിയറം നോക്കാം. എ എന്ന് പറയുന്നത് എ കോൺഗ്രുവൻസ് ബി മോഡുലോ എം ആണ്. സി കോൺഗ്രുവൻസ് സി മോഡുലോ ഡി മോഡുലോ എം ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ തെളിയിക്കാൻ. എ പ്ലസ് സി കോൺഗ്രുവൻ ടു ബി പ്ലസ് ഡി മോഡുലോ എം ആയിരിക്കും. എ സി കോൺഗ്രുവൻ ടു ബി ഡി മോഡുലോ എം ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കുകയും ചെയ്യും. എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. സിമ്പിൾ ആണ്. എപ്പോഴും നിങ്ങൾ കോൺഗ്രുവൻസിന്റെ ഇതേപോലത്തെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും പോലത്തെ ഒക്കെ പ്രൂഫ് വരുമ്പോൾ നിങ്ങൾ മുമ്പേ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു റിസൾട്ട് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം ആണെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് കെ എം എന്ന് എഴുതാൻ പറ്റും. ഇതൊരു റിസൾട്ട് ആണ്. ഈ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ഈ റിസൾട്ട് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം ആണെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് കെക്ക് പകരം ഞാൻ വേറൊരു അക്ഷരം കൊടുത്തു, എല്ലാം എനിക്ക് ഇഷ്ടമുള്ള അക്ഷരം കൊടുക്കാമല്ലോ. സി കോൺഗ്രുവൻ ടു ഡി മോഡുലോ എം ആണെങ്കിൽ സി ഈക്വൽ ടു ഡി പ്ലസ് കെ എം. ഈ എല്ലിനും കെക്കും പകരം ഇവിടെ കെ എന്നും ഇവിടെ എല്ലെന്നും കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരേ അക്ഷരം കൊടുക്കരുത്. ഇവിടെ അക്ഷരം വേറെ ആണെങ്കിൽ വേറൊരു അക്ഷരമായിരിക്കും ഇവിടെ വരുന്നത്. ഫോർ സം ഇൻഡിജേഴ്സ് എൽ ആൻഡ് കെ, എല്ലും കെയും ഇൻഡിജേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് തെളിയിക്കേണ്ട ഒന്നാമത്തെ സാധനം എടുക്കാം, എ പ്ലസ് സി. എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് എൽ എം പ്ലസ് ഡി പ്ലസ് കെ എം ആണ് അല്ലെ. ഞാനൊന്ന് അറേഞ്ച് ചെയ്തു, ബി പ്ലസ് ഡി പ്ലസ് എൽ എം പ്ലസ് കെ എം, ബി പ്ലസ് ഡി പ്ലസ് എൽ എം പ്ലസ് കെ എം. ബി പ്ലസ് ഡി അതുപോലെ എഴുതി, എൽ എം പ്ലസ് കെ എമ്മിനെ എം ഇൻറ്റു എൽ പ്ലസ് കെ എന്ന് എഴുതി. ബി പ്ലസ് ഡി പ്ലസ് എൽ പ്ലസ് കെ ഇൻറ്റു എം. നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ റിസൾട്ട് തിരിച്ചു പറയും. എ കോൺഗ്രുവൻ ടു നോക്കിയടാ, എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം ആവുന്ന എപ്പോഴാണ്? എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ഈക്വൽ ടു ബി പ്ലസ് കെ എം അല്ലെ. എ ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് കെ എം എന്ന് പറയാൻ പറ്റും. ഈ സാധനം നമുക്ക് തിരിച്ചും പറയാമല്ലോ. എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആണെങ്കിൽ എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം ആയിരിക്കും. നോക്കിയേ, എ ഈക്വൽ ടു ഇതാണ് എ എന്ന് വിചാരിക്കുക. നോക്കിയേ, ഞാൻ ഇപ്പൊ വേറെ കളറിട്ട് എഴുതുവാണ്. നോക്കിയേ, ഇതാണ് എ എന്ന് വിചാരിക്കുക. എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. ഇവിടെ എക്ക് പകരം എ പ്ലസ് സി ഈക്വൽ ടു ബിക്ക് പകരം ബി പ്ലസ് ഡി പ്ലസ് കെ എമ്മിന് പകരം എൽ പ്ലസ് കെ ഇൻറ്റു എം. അപ്പൊ ആ ഫോമിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എ ഈക്വൽ ടു ഈ ഫോം വന്നാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം. ഇവിടെ എയുടെ സ്ഥാനത്ത് എ പ്ലസ് സി കോൺഗ്രുവൻ ടു ബിയുടെ സ്ഥാനത്ത് ബി പ്ലസ് സി മോഡുലോ എം. ഇത് തന്നെ എഴുതി. ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് എമ്മിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്? എ പ്ലസ് ബി കോൺഗ്രുവൻ ടു ബി പ്ലസ് ഡി മോഡുലോ എം എന്നല്ലായിരുന്നോ? അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്കിത് എഴുതാൻ പറ്റി. ഇതേപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? എ സി കോൺഗ്രുവൻ ടു ബി ഡി മോഡുലോ എം എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് അതിനെ എ സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു എം ഈ ഒരു ഫോമിലോട്ട് എത്തിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കംപ്ലീറ്റ് ആയി. എ സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഒരു പർട്ടിക്കുലർ നമ്പർ ഇൻറ്റു എം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എഴുതിയ അതേ മെത്തേഡിൽ ചെയ്യാം. നമ്മുടെ നോട്ടിൽ അങ്ങനെ അല്ല കിടക്കുന്നത്. ഞാൻ അതേ മെത്തേഡിൽ ചെയ്യാൻ പോവുക. നമ്മൾ അവിടെ എ പ്ലസ് സി കണ്ടുപിടിച്ചതുപോലെ
ഇവിടെ എ സി കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്നത് ബി പ്ലസ് എൽ എം എന്നാണ് നമ്മൾ എടുത്തത്. അപ്പൊ ബി പ്ലസ് എൽ എം ഇൻറ്റു ഡി പ്ലസ് കെ എം എന്നാണ് സീനെ എടുത്തത്. ഇനി ഞാനിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ് കിട്ടേണ്ടതെന്ന് ഓർക്കുക. ബി ഡി പ്ലസ് സം നമ്പർ ഇൻറ്റു എം ഫോമിലോട്ട് ഇതിനെ മാറ്റണം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇൻറ്റു ഡി, ബി ഡി പ്ലസ് എൽ എം, സോറി ബി ഇൻറ്റു കെ എം അല്ലെ, ബി കെ എം പ്ലസ് എൽ എം ഇൻറ്റു ഡി. അപ്പൊ എന്ത് വരും? എൽ ഡി എം പ്ലസ് എൽ എം ഇൻറ്റു കെ എം, എൽ കെ എം സ്ക്വയർ എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ആകാനുള്ള ആരും ഇല്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് വേണ്ടത് ഒന്നുകൂടി പറ, ബി ഡി പ്ലസ് സം നമ്പർ ഇൻറ്റു എം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ബി ഡി പ്ലസ് ഈ 3 പേരിൽ നിന്ന് ഞാൻ എം കോമൺ എടുക്കുന്നു. ബി കെ പ്ലസ് എൽ ഡി പ്ലസ് എൽ കെ എം സ്ക്വയർ ആണ്. എം സ്ക്വയറിൽ നിന്ന് ഒരു എം കോമൺ എടുത്താൽ ബാക്കി ആരുണ്ട്? ഒരു എം ഉണ്ട്, ഇൻറ്റു എം. അപ്പൊ എന്താ ഞാൻ എഴുതിയേ? ബി ഡി പ്ലസ് ബി കെ പ്ലസ് എൽ ഡി പ്ലസ് എൽ കെ എം ഇൻറ്റു എം. ഇവിടെ ഇനിയിപ്പോ ആര് വന്നാലും അതൊരു ഇൻഡിജർ ആയിരിക്കും. ഒരു ഇൻഡിജറിന്റെ പ്രോഡക്റ്റ്, ഒരു ഇൻഡിജറിന്റെ പ്രോഡക്റ്റ്, 3 ഇൻഡിജറിന്റെ പ്രോഡക്റ്റ്, ഇവരൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിജർ തന്നെ കിട്ടും. സാർ ബി ഡി പ്ലസ്, നമുക്ക് വേറെ ചുമ്മാ ഒന്ന് എഴുതുവാണ്, ഈ സ്റ്റെപ്പ് എഴുതിയാലും കുഴപ്പമില്ല. ബി ഡി പ്ലസ് സം എന്താ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുക്കുക, ബി ഡി പ്ലസ് ഇസഡ് എം, വേർ ഇസഡ് ഈസ് ഈക്വൽ ടു ബി കെ പ്ലസ് എൽ ഡി പ്ലസ് എൽ കെ എം. അപ്പൊ ഈ ഫോമിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിവിടെ നിങ്ങൾ സൈഡിൽ എഴുതിയാൽ മതി. വേറെ ഇസഡ് ഈസ് ഈക്വൽ ടു ഇപ്പൊ എഴുതിയ സംഭവം എഴുതിയാൽ മതി, ഈ കിടക്കുന്ന സാധനം. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എ സി കോൺഗ്രുവൻ ടു ബി ഡി മോഡുലോ എം എന്ന് പറയാം. അപ്പോ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് എഴുതുക? എ ഈക്വൽ ടു ബി പ്ലസ് എൽ എം എന്നും ഡി ഈക്വൽ ടു സി ഈക്വൽ ടു ഡി പ്ലസ് കെ എം എന്നും കൊടുത്തിട്ട് എ പ്ലസ് സി കണ്ടുപിടിക്കുക. എ പ്ലസ് സി ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഡി പ്ലസ് സംതിങ് ഇൻറ്റു എം ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് എഴുതാൻ പറ്റും. അതേപോലെ എ സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഒരു ഇൻഡിജർ ഇൻറ്റു എം ഫോമിലോട്ട് മാറ്റിയാൽ നമുക്ക് ആ റിസൾട്ടും എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ്, ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 100 ഫാക്ടോറിയൽ ഈസ് ഡിവൈഡഡ് ബൈ 50. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 100 ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര ആയിരിക്കും? അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കി, ആക്ച്വലി ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 100 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ നമ്പർ മോഡുലോ 15. ഈ പർട്ടിക്കുലർ നമ്പർ ആണ് നമുക്ക് വേണ്ടത്. ഇത് ഏതാണ്ട് എ പ്ലസ് ബി പ്ലസ് സി ആ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു എ പ്ലസ് സി കോൺഗ്രുവൻ ടു ബി പ്ലസ് ഡി മോഡുലോ എം ആയിരിക്കും. വെയർ എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എമ്മും സി കോൺഗ്രുവൻ ടു ഡി മോഡുലോ എമ്മും. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ നമ്പറിന്റെയും ചെയ്താൽ മതി. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പൊ 27 പ്ലസ് 36 പ്ലസ് 43 ഈ ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 3 നമ്പറോടെ കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കും. സീന് തൊട്ട് അത് വേണ്ട, എളുപ്പമുള്ള വഴി 27നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3, 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0, 43നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 42, ബാക്കി റിമൈൻഡർ 1. ഇനി 3 പ്ലസ് 1 ചെയ്യുമ്പോൾ എത്ര? 4. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഈ നമ്പർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ പണിയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ നമ്പറിനെയും മോഡുലോ 15 എടുക്കുക. ഈ കിടക്കുന്ന ഓരോ നമ്പറിനെയും 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല, പക്ഷെ അതിലൊരു എളുപ്പം വരും. നിങ്ങൾ നോക്കുക, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 തന്നെ ആയിരിക്കും. 2 ഫാക്ടോറിയൽ 2 ആണ്, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3, അപ്പൊ 6 കിട്ടും അല്ലെ. 6 മോഡുലോ 15 6 തന്നെയാണ്. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 4 24 ആണ്. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? 9 വരും അല്ലെ. 15 ഒരു 15 ബാക്കി 9 വരും. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 24 ഇൻറ്റു 5 120 ആണ്. 120യെ നിങ്ങൾക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് റിമൈൻഡർ എത്ര കിട്ടും? 120 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 0 കിട്ടും. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇൻറ്റു 15 120, ബാക്കി റിമൈൻഡർ 0 വരും. ഒരാളെങ്കിലും 0 വന്നാൽ അടുത്ത ആളെന്ന് പറയും, നിങ്ങൾ നോക്കിയേ, 5 ഫാക്ടോറിയൽ കഴിഞ്ഞ് 6 ഫാക്ടോറിയൽ കിട്ടുന്നത് 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 എന്നാണ്. 6 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ആണ്. ഇതിന്റെ റിമൈൻഡർ 0 ആണ്. ഇതിന്റെ റിമൈൻഡർ ഇനി എത്രയാണെങ്കിലും അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. സോ റിമൈൻഡർ ആഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇനി അങ്ങോട്ട് എല്ലാ നമ്പേഴ്സും 0 ആയി പോകും. ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്
6 into 5 into 4 into 3 into 2 into 1 ആണ്. അതിലൊരു 3ഉം 5ഉം ഉണ്ട് കണ്ടോ. അപ്പൊ 3ഉം 5ഉം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 15 ആയി. ദാറ്റ് ഈസ് 15 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമ്പർ കിട്ടിയത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴും ആ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, 4 ഫാക്ടോറിയൽ വരെ ഇത് വരും. അടുത്ത 5 തൊട്ട് അങ്ങോട്ട് 100 വരെയും എന്തായിരിക്കും ഉത്തരം? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ എളുപ്പം. അതായത് നോക്കിയേ, വെൻ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 k ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 0 മോഡുലോ 15. 5 മുതൽ മുകളിലോട്ട് k ഫാക്ടർ കോൺഗ്രുവന്റ് ടു 0 മോഡുലോ 15 ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത് ഇത്രയും മോഡുലോ 15 എടുക്കുന്നതാണ്. പക്ഷേ 1നെ ചെയ്യുമ്പോൾ 1 കിട്ടും, 2നെ ചെയ്യുമ്പോൾ 2, 3നെ ചെയ്യുമ്പോൾ 6, 4നെ ചെയ്യുമ്പോൾ 9, പിന്നെ അങ്ങോട്ട് 0 അല്ലെ. അപ്പോ 2 1 3, 6 3 9, 9 9 18, 18 മോഡുലോ 15. വീണ്ടും ചെയ്യാമല്ലോ, 18നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3. സോ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 100 ഫാക്ടോറിയൽ നമ്മൾ എടുത്താലും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കുക, പ്ലസ് 101 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 200 ഫാക്ടോറിയൽ വരെ ചെയ്തു, അപ്പോഴും റിമൈൻഡർ എത്രയായിരിക്കും? അപ്പോഴും റിമൈൻഡർ 3 തന്നെ ആയിരിക്കും. കാരണം എന്താണ്? അവിടെയും ഈ പരിപാടിയിൽ നടക്കുന്നത് 1 + 2 + 6 + 9 പിന്നെ അങ്ങോട്ട് 0 അല്ലെ. അപ്പോഴും ഇതേ പ്രോസസ് തന്നെയാണ് നടക്കുന്നത്. സോ ഇങ്ങനെയായിരിക്കും ആ ഒരു ആൻസർ വരുന്നത്. നെക്സ്റ്റ് അതേപോലെ ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ എക്സെട്ര 100 ഫാക്ടോറിയൽ. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? ഇതേപോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നിങ്ങൾ ആൻസർ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ലാസ്റ്റ് ആൻസർ 1 ആണ് കിട്ടേണ്ടത്. നിങ്ങൾ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത് നമുക്ക് കൊറോളറി 2 ആണ് നോക്കാനുള്ളത്. എവരി ഇന്റിജർ ഈസ് കോൺഗ്രുവന്റ് ടു എക്സാക്ട്ലി വൺ ഓഫ് ദി ലീസ്റ്റ് റെസിഡ്യൂ 0 1 2 എക്സെട്ര m-1 മോഡുലോ m. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഏതൊരു ഇന്റിജർ എടുത്താലും ആ ഇന്റിജറിനെ m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ആൾക്കാരായിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്നത്. ആ റിമൈൻഡറിനെയാണ് നമ്മൾ ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരൊറ്റ റിമൈൻഡർ അല്ലേ വരത്തുള്ളൂ ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും. അതാണ് ഈ ഒരു കൊറോളറിയിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, എ കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എമ്മും സി കോൺഗ്രുവന്റ് ടു ഡി മോഡുലോ എമ്മും ആണെങ്കിൽ എ മൈനസ് സി കോൺഗ്രുവന്റ് ടു ബി മൈനസ് ഡി മോഡുലോ എം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോക്കിയേ, എ കോൺഗ്രുവന്റ് ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതാം. ഇതിൽ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. എ കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എം ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൽ എം എന്ന് എഴുതാൻ പറ്റും. സി കോൺഗ്രുവന്റ് ടു ഡി മോഡുലോ എം ആണെങ്കിൽ സി ഈസ് ഈക്വൽ ടു ഡി പ്ലസ് കെ എം എന്ന് എഴുതാൻ പറ്റും. So a minus c is equal to b plus lm minus d plus km. മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുക്കണം അല്ലെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ b plus lm minus d minus km എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് എപ്പോഴും അറിയാം a minus c കോൺഗ്രുവന്റ് ടു b minus d മോഡുലോ m എന്ന് വരുത്താൻ a minus c is equal to b minus d plus some integer into m ഫോമിലോട്ട് മാറ്റണം അല്ലെ. അപ്പൊ a minus c is equal to b minus d plus some integer into m ഫോമിലോട്ട് ആക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. ഇവിടെ നിന്ന് m കോമൺ എടുത്താൽ മതി. m കോമൺ എടുക്കുമ്പോൾ l മൈനസ് കെ ഇൻറ്റു എം എന്ന് വരും. ഇതൊരു ഇന്റിജർ അല്ലേ? അത് ഇന്റിജർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? a മൈനസ് സി കോൺഗ്രുവന്റ് ടു b മൈനസ് ഡി മോഡുലോ m എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഇത് വേറൊരു പ്രൂഫ് സ്ട്രക്ചർ ആണ്. അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇത് എഴുതുന്നതാണ്. അപ്പോൾ a മൈനസ് സി കോൺഗ്രുവന്റ് ടു b മൈനസ് ഡി മോഡുലോ m എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഇപ്പൊ ചെയ്ത പ്രൂഫാണ് ഓർ ഇട്ട് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കൊറോളറി 4 ആണ്. എ കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എമ്മും സി ഏതെങ്കിലും ഒരു ഇന്റിജറും ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ പ്ലസ് സി കോൺഗ്രുവന്റ് ടു ബി പ്ലസ് സി മോഡുലോ എം ആണ്. എ മൈനസ് സി കോൺഗ്രുവന്റ് ടു ബി മൈനസ് സി മോഡുലോ എം, എ സി കോൺഗ്രുവന്റ് ടു ബി സി മോഡുലോ എം, എ സ്ക്വയർ കോൺഗ്രുവന്റ് ടു ബി സ്ക്വയർ മോഡുലോ എം. ഇതിൽ ഓരോന്നും ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് എ കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എമ്മും സി ഒരു ഇന്റിജറും ആണെങ്കിൽ എ പ്ലസ് സി കോൺഗ്രുവന്റ് ടു ബി പ്ലസ് സി മോഡുലോ എം. ഇത് മാത്രം കാണിക്കുക 2 മാർക്കിന്. അങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇതെല്ലാം ഇതിനകത്ത് ചെയ്തേക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള റിസൾട്ട് ഉണ്ട്. എ കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എം എന്ന് എഴുതിയാൽ ബി ഡിവൈഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ m ഡിവൈഡ്സ് എ മൈനസ് ബി എന്നാണ്. m ഡിവൈഡ്സ് എ മൈനസ് ബി. ഈ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിന്റെ പ്രൂഫ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു ടൈപ്പ് ഓഫ് പ്രൂഫ് പഠിച്ചതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ആ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പൊ എ പ്ലസ് സി കോൺഗ്രുവന്റ് ടു ബി പ്ലസ് സി മോഡുലോ എം ആണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു കണ്ടീഷന് നമുക്ക് എന്ത് പറയാം? എ കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എം ആണെങ്കിൽ, ഇത് കൂടെ നോട്ടിലൊന്ന് എഴുതിയെടുത്തേക്കാം കേട്ടോ. അപ്പൊ എ കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എം ആണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് km for some integer k.
ഓക്കെ അല്ലേ? ഇനി എനിക്ക് എ പ്ലസ് സി വേണം അല്ലെ? അപ്പൊ എ പ്ലസ് സി എന്ന് പറയുമ്പോ ബി പ്ലസ് കെ എം പ്ലസ് സി ആണ്. അത് ബി പ്ലസ് സി മോഡുലോ എം എന്ന് ആക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? എ പ്ലസ് സി ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി പ്ലസ് സം ഇൻഡിജർ ഇൻറ്റു എം. ആ ഫോമിലല്ലേ കിടക്കുന്നത് ബി പ്ലസ് സി പ്ലസ് കെ എം അല്ലെ? അപ്പൊ എ പ്ലസ് സി എന്ന് പറയുന്നത് ബി പ്ലസ് സി പ്ലസ് സം ഇൻഡിജർ ഇൻറ്റു എം എന്ന ഫോമിലായി. അവിടെ എനിക്ക് എന്ത് പറയാം? എ പ്ലസ് സി കോൺഗ്രുവൻ ടു ബി പ്ലസ് സി മോഡുലോ എം എന്ന് പറയാം. ഓക്കെ അല്ലേ? ബ്രാക്കറ്റ് അപ്പുറത്താണ് എ പ്ലസ് സി കോൺഗ്രുവൻ ടു ബി പ്ലസ് സി മോഡുലോ എം. അതേപോലെ എ മൈനസ് സി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. ഇവിടെ എല്ലാം പ്ലസിന് പകരം മൈനസ് കൊടുത്താൽ മതി. ഇനി എ സി കോൺഗ്രുവൻ ടു ബി സി മോഡുലോ എം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിയേ, ഇവിടെ നമുക്ക് എ സി വേണം അല്ലെ? അപ്പൊ ഇവിടെ തൊട്ട് സ്റ്റെപ്പിന് ചെറിയ മാറ്റം വരും. ഓക്കെ, നമുക്ക് നോക്കാം. ബി പ്ലസ് കെ എം ഇൻറ്റു സി എന്നല്ലേ വരുന്നത്? എല്ലാം ഒരേ സ്ട്രക്ചർ ഓഫ് പ്രൂഫ് ആണ്. നിങ്ങൾ നോക്കുക, എ സി ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ എം. എ എന്ന് പറയുന്നത് ബി പ്ലസ് കെ എം ആണ്, അത് ഇൻറ്റു സി എന്ന് വരും. അപ്പൊ എ സി ഈസ് ഈക്വൽ ടു ബി സി പ്ലസ് കെ സി എം എന്ന് വരും. വീണ്ടും നമ്മൾക്ക് വേണ്ടതായി എ സി കോൺഗ്രുവൻ ടു ബി സി മോഡുലോ എം എന്ന് കാണിക്കാൻ എ സി ഈസ് ഈക്വൽ ടു ബി സി പ്ലസ് സം ഇൻഡിജർ ഇൻറ്റു എം ഫോമിലോട്ട് മാറ്റണം. വീണ്ടും ആ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ സി കോൺഗ്രുവൻ ടു ബി സി മോഡുലോ എം എന്ന് പറയാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഈ സാധനം തെളിയിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സം ഇൻഡിജർ ഇൻറ്റു എം ഫോമിൽ വരണം. അത്രയും മാത്രം മതി നമുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുകൂടി നിങ്ങൾ എഴുതി വെക്കുക. ഇനി എ സ്ക്വയറിന്റെ ഞാൻ ഇതേപോലെ ചെയ്യാൻ പോവുക. അപ്പൊ രണ്ടുപേരുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. നോക്കിയേ, എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം ആണ്. എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ഫോർ സം ഇൻഡിജർ കെ എന്ന് എഴുതി. അതുകൂടി എഴുതണം, ഞാൻ ജസ്റ്റ് മാച്ച് കളഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് എ സ്ക്വയർ വേണം. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ എം ഇൻറ്റു അല്ലെങ്കിൽ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. എ സ്ക്വയർ പ്ലസ് 2ab, ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് ബി ആ കിടക്കുന്നത്, അതുകൊണ്ടാണ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ബി ഇൻറ്റു കെ എം, ദാറ്റ് ഈസ് 2bkm അല്ലെ? പ്ലസ് ബി സ്ക്വയർ, അതായത് കെ എം ദി ഹോൾ സ്ക്വയർ. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് 2bkm പ്ലസ് കെ സ്ക്വയർ എം സ്ക്വയർ എന്ന് വരും. അവിടെ ഞാൻ എം കോമൺ എടുക്കുന്നു. എം കോമൺ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് വേണ്ടത് ബി സ്ക്വയർ പ്ലസ് സം ഇൻഡിജർ ഇൻറ്റു എം ആണ്. അപ്പൊ ബി സ്ക്വയറിന് ഞാൻ ഒന്നും ചെയ്യത്തില്ല. പ്ലസ് സം ഇൻഡിജർ ഇൻറ്റു എം എന്ന് പറയുമ്പോൾ എം കോമൺ എടുക്കുക. 2bk പ്ലസ് ഇവിടെ നിന്ന് എം കോമൺ എടുക്കുമ്പോൾ കെ സ്ക്വയർ, എം സ്ക്വയറിൽ നിന്ന് എം കോമൺ എടുക്കുമ്പോൾ എം വരും. അത്രയും ഇൻറ്റു എം എന്ന് കിട്ടും. ഓക്കെ, 2b സ്ക്വയർ പ്ലസ് 2bk പ്ലസ് കെ സ്ക്വയർ എം ഇൻറ്റു എം. ഇവിടെയാണ് എം എഴുതേണ്ടത് കേട്ടോ, സൈഡിലാണ് എഴുതേണ്ടത്. ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ഇൻഡിജർ ആണ് സം നമ്പർ ഇൻറ്റു എം എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ സ്ക്വയർ കോൺഗ്രുവൻ ടു ബി സ്ക്വയർ മോഡുലോ എം എന്ന് പറയാം. ഇവിടെ വേറെ രീതിയിലാണ് നോട്ടിൽ എഴുതിയേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എളുപ്പമുള്ള വഴിയിൽ ഞാൻ അങ്ങ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനം കൃത്യമായിട്ട് പഠിക്കുക, എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഒരേ മോഡലിലാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഇപ്പൊ എഴുതിയ കൊറോളറിക്ക് ഒരു എക്സാമ്പിൾ നോക്കുവാണ്. 19 കോൺഗ്രുവൻ ടു 5 മോഡുലോ 7, എ കോൺഗ്രുവൻ ടു ബി മോഡുലോ എം ഫോമിലാണ് അത് കിടക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചു എ പ്ലസ് സി കോൺഗ്രുവൻ ടു ബി പ്ലസ് സി മോഡുലോ എം ആണ്. ശരിയാണെന്ന് നോക്കാം. 19ഉം 11ഉം കൂട്ടിയാൽ 30, 5ഉം 11ഉം കൂട്ടിയാൽ 16. 30നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 16. അങ്ങനെയല്ല എന്റെ അർത്ഥം. ആക്ച്വലി 30 മൈനസ് 16 ചെയ്യുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആകണം. ആണോ? 30ൽ നിന്ന് 16 കുറച്ച് എത്ര കിട്ടും? 14 കിട്ടും. 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ശരി, കറക്റ്റ് ആണ്. ഇനി മൈനസ് ചെയ്യുമ്പോഴും കിട്ടും. 19 നിന്ന് 11 കുറച്ചാൽ 8, 5 മൈനസ് 11 -6. 8 മൈനസ് -6, ദാറ്റ് ഈസ് 8 പ്ലസ് 6, അതും ഒരു 7ന്റെ മൾട്ടിപ്പിൾ ആണ്, 14. 19 ഇൻറ്റു 11ഉം 5 ഇൻറ്റു 11ഉം 209, 55. 209 മൈനസ് 55 ചെയ്താൽ അത് ഉറപ്പായിട്ടും 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി സ്ക്വയർ കൂടി ചെയ്യണം. 19 ഇൻറ്റു 19 എത്രയാണ്? 361. 361 കോൺഗ്രുവൻ ടു 5 ഇൻറ്റു 5, 25 മോഡുലോ 7. അതും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.